നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തു. സോഷ്യൽ മീഡിയയിലെ തള്ള് സഹിക്കാൻ വയ്യാതെ സൈബർ വിഭാഗം തെറ്റിപ്പോയെന്നാണ് കേട്ടത്. കമന്റ് ബോക്സിൽ ചോര പൊടിഞ്ഞാലും വാളിലെ ചെങ്കൊടി താഴ്ത്തില്ല എന്ന് ഊറ്റം കൊണ്ടിരുന്ന സൈബർ സഖാക്കൾക്ക് എന്തുപറ്റി? എങ്ങനെ തെറ്റിപ്പോകാതിരിക്കും? നമ്പർ 1 ആരോഗ്യ കേരളം. കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ ലോകത്ത് ഏറ്റവും മികച്ചത് എന്ന് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വരുന്ന മീഡിയകൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട്, അതായത് മനസ്സിലായി മീഡിയകൾ ഈ സർക്കാരിനെ താങ്ങി നിർത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാന്ന് മനസ്സിലായപ്പോ അവർ പിൻവലിഞ്ഞപ്പോ ഇത്രയും കാലം സോഷ്യൽ മീഡിയ ആയിരുന്നു പ്രശ്നം. സോഷ്യൽ മീഡിയ കൊണ്ട് ഈ സർക്കാരിനെ ഒന്ന് പൊക്കിപ്പിടിച്ച് 3ാം തുടർഭരണം ലഭിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് വേദിയിൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് നമ്പർ 1 ആരോഗ്യ കേരളം എന്ന വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച എന്നെ കൊണ്ട് പോകുന്ന എക്സ്റേ എടുക്കാൻ ചൊവ്വാഴ്ച എക്സ്റേ എടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഊതിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന എന്നോടാണോ ഒരു ചെറിയ കത്രികയുടെ കാര്യം പറയുന്നത്? 50 വർഷം വരെ കത്രിക സേഫ് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല, വെക്കാന്നല്ല തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയെ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല? ഇനിയുമുണ്ടല്ലോ 45 വർഷം. ഒരു യുവതിയെ 5 വർഷം മുമ്പ് സർക്കാർ ആശുപത്രിയിൽ സർജറി ചെയ്തു. അന്ന് ആരാണ് സർജറി ചെയ്തത്? ഇവിടെ അതിന് തെളിവെന്താണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരും ഇവിടെ യാതൊരു വിധത്തിലുള്ള ഒരു പാകപ്പഴയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയാണ് കാണുന്നത്. 5 വർഷമായി ആ സർജറിയുടെ ഭാഗമായി മറന്നുവെച്ച കത്രികയുമായി വേദന തിന്ന് ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് യുവതി പോയിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ അനാസ്ഥ ഡോക്ടർക്ക് പറ്റിയ പിഴവ് ആ സ്ത്രീയെ ഇത്രയധികം വേദന സഹിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. ഒന്നാമത് കത്രികയല്ല, അത് മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്, കത്രികയല്ല. ഒരു സംശയമുണ്ടേ, ഇത്തരത്തിൽ മറന്നു വെക്കാൻ എന്തൊക്കെ എടുത്തിട്ടാണ് കുത്തി കയറുന്നത്, തുന്നിക്കൂട്ടുന്നത് എന്ന് ഒരു കണക്കും വെക്കാറില്ലേ? തോന്നിയതുപോലെ ചെയ്യാണോ? മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ പറഞ്ഞിരുന്നു, ഇവിടെ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒന്നും ഇവിടെ ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസത്തിലാണ്. ശരിയാണ്. കാരണം ഇവിടെ ആരോഗ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ നേരെ അമേരിക്കയ്ക്കാണ് പറക്കുന്നത്. ഇവിടെ സാധാരണക്കാരൻ പോകേണ്ട മെഡിക്കൽ കോളേജുകൾ, അവന്റെ ജീവനും ജീവിതത്തിനും സുരക്ഷിതമാക്കേണ്ട കൈത്താങ്ങേണ്ട സർക്കാർ സംവിധാനങ്ങൾ, അതെല്ലാം നോക്കുകുത്തികളാണ്. അതിന് തെളിവാണിത്. മര്യാദയ്ക്കൊന്നും പെരുമാറില്ല, കടുവകളുടെ ലോകമാണ്. എന്നാലും ഈ സർക്കാർ ആശുപത്രികൾ സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവർ ചെന്ന് കയറും. പണമില്ലാതെ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാസങ്ങൾ ക്യൂ നിന്നിട്ടാണ് ഒരു സർജറിക്കുള്ള ഡേറ്റ് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ഡേറ്റ് സംഘടിപ്പിച്ച് സർജറി ചെയ്താലുള്ള അവസ്ഥ ഇതാണ്. ആ കത്രിക പണ്ടെന്നോ 10-20 വർഷം മുമ്പ് അവിടെ മറ്റേതോ സർജറിയിൽ മറന്നു വെച്ചതാകാമെന്നും അത് സർക്കാർ ആവശ്യത്തിലാകാൻ ഒരു സാധ്യതയില്ല. അത് മാത്രമല്ല, ഒരു മഹാ കണ്ടുപിടുത്തം കൂടി ഡോക്ടർ കണ്ടെത്തി കളഞ്ഞു. ഈ 10-20 കൊല്ലമായാലും 50 കൊല്ലമായാലും അത്തരത്തിലൊരു കത്രിക വയറിൽ മറന്നു വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിൽ എവിടെയെങ്കിലും മറന്നു വെച്ചാൽ ഒന്നും സംഭവിക്കില്ല അത്രേ. പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല, വെക്കാന്നല്ല തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. എനിക്ക് മനസ്സിലാകാത്തത്, ഒരു മുള്ള്, തൊട്ടപാടിയുടെ ഒരു മുള്ള് നമ്മുടെ കാലിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ മുള്ള് പോയല്ലാതെ, അതായത് നമ്മുടെ കാലിൽ നിന്ന് പഴുത്ത് പുറത്തു പോയല്ലാതെ നമ്മുടെ ശരീരം സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സർജിക്കൽ എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള മാരക ആയുധമായിട്ടുള്ള കത്രിക, ആ കത്രിക വയറിന്റെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തള്ളാൻ വേണ്ടി നമ്മുടെ ശരീരം എടുത്തിട്ടുള്ള നടപടികൾ പഴുത്ത് നാശമാകും. കുടലും ശരീരവും അടക്കം മുഴുവൻ. ആ വേദന, എത്രത്തോളം വേദന തന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് യാതൊരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ പറയുന്നത് സർക്കാരിനെ ന്യായീകരിക്കാൻ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയാൻ വേണ്ടിയിട്ട്. 50 കൊല്ലം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല അത്രേ. ഇനിയുമുണ്ടല്ലോ 45 വർഷം. മനുഷ്യജീവന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ആരോഗ്യവകുപ്പ് അബദ്ധം പറ്റിയെന്ന് സമ്മതിച്ച് ഇനി അത്തരങ്ങൾ അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുത്തുകൊണ്ട് ഈ വേദന അനുഭവിച്ച ആ യുവതിക്ക് അർഹമായ ചികിത്സയും അതിനാവശ്യമായ നഷ്ടപരിഹാരവും കൊടുത്ത് അവരുടെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിന് പകരം നിന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ്. 10,000-കണക്കിന് ഓപ്പറേഷനുകളാണ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. എന്നാൽ ഈ നടത്തുന്ന ഓപ്പറേഷനുകളിൽ 99% ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ചിലപ്പോൾ ചില കേസുകളിൽ വരുന്നു. അത് ഒരു സർജറി ചെയ്യാനായി ഉപകരണങ്ങളുമായി വരുമ്പോൾ അത് ഏതൊക്കെ ഉപകരണങ്ങൾ എത്രണ്ണം വീതമുണ്ട് എന്ന് യാതൊരു കണക്കും എടുക്കാറില്ലേ? അല്ലെങ്കിൽ ആ സർജറി കഴിഞ്ഞ ശേഷം അതെല്ലാം അവിടെ കയ്യിലുണ്ടോ, അതോ വയറിനകത്തോ മറ്റെവിടെയെങ്കിലും പെട്ടുപോയോ എന്ന് ഒരു അന്വേഷണവും ഒരു നോട്ടവും ഒന്നും ഇല്ലേ? കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പാവപ്പെട്ടവരുടെ മകനിൽ കത്രിക ആയാലും മറ്റെന്താ, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. കോഴിക്കോട് ഒരു സംഭവം വന്നു, തിരുവനന്തപുരത്ത് സംഭവങ്ങൾ വരുന്നു, പല സംഭവങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ അങ്ങോളം ഇങ്ങോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദിത്തം ചെയ്യുക?
കഴിഞ്ഞ 10 വർഷമായി നമ്പർ 1 കേരളമാണ്. ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഗുണമുണ്ടായത്. കഴിഞ്ഞ വർഷം ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചറുടെ കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കത്രിക വീണ്ടെടുക്കുന്നതിൽ വീണ ജോർജ് വിജയിച്ചിരിക്കുന്നു എന്ന ഒരൊറ്റ പോയിന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. അന്ന് ഈ കത്രിക എവിടെ പോയി എന്ന് അന്വേഷണ കമ്മീഷൻ വരെ വെച്ചു എന്നാണ് കേട്ടത്. ഏതായാലും ഇപ്പോ ആ കത്രിക ആ വനിതയുടെ, ആ സ്ത്രീയുടെ വയറിൽ നിന്ന് കണ്ടെത്തി. അല്ല, എന്റെ ഒരു സംശയം, ഈ കത്രിക ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചതിന് ആ സ്ത്രീക്കെതിരെ കേസെടുക്കുമോ സർക്കാരിന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് ആ സ്ത്രീ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്നാണ്. തെറ്റ് തിരുത്തുന്നതിന് പകരം അത് തങ്ങളുടേതല്ല എന്ന് ന്യായീകരിച്ച് മെഴുകി തലയൂരാൻ ശ്രമിക്കുന്ന ആരോഗ്യവകുപ്പിനെയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഡോക്ടറുടെ ഈ ഒരു സംസാരം, എന്താ പറയാ, ഒരു ഒഴുക്കമറ്റുള്ള സംസാരം. എന്നിട്ട് ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ എല്ലാവരുടെയും ഒക്കെ പ്രസ്താവനകളും കൊള്ളാം. നല്ല കേരളം, ആരോഗ്യ കേരളം, നമ്പർ 1 തന്നെ. ഓരെല്ലായിടത്തും എന്നെ കൊണ്ടുപോയി പാമ്പേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നു. എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലായിടും എന്നെ കൊണ്ടുപോകും. ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാണ് വന്നതെന്ന് എന്താ ഓർമ്മ? അത്യന്താധുനിക സൗകര്യങ്ങളൊന്നും വേണമെന്നില്ല. പനിയോ തലവേദനയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വരുന്ന ഒരു സാധാരണക്കാരന് സുരക്ഷിതമായി ചികിത്സ കിട്ടുന്ന ഒരു യഥാർത്ഥ സംവിധാനം അവിടെ ഒരുക്കാൻ മതി. വലിയ സംവിധാനങ്ങൾ ഓരോ സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് കയറാൻ വയ്യ. ലക്ഷങ്ങൾ, അതായത് ഒരു ആശുപത്രിയിൽ ചെന്ന് കയറിയാൽ അവന്റെ അന്ന് വരെയുള്ള സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു. മലയാളികളുടെ ഒരു പ്രയാസം, ഒരു പ്രശ്നമാണത്. അവൻ വിയർപ്പൊഴുക്കി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്വദേശത്തും വിദേശത്തും വല്ല കച്ചവടം എന്ത് ചെയ്തും ചോര നീരാക്കി വിയർപ്പുണ്ടാക്കി അത് മുഴുവൻ അനുഭവിച്ച അവസാനം അവൻ കുറച്ച് സമ്പാദിക്കും, ഒരു വീട് വെക്കും, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് അതിൽ മനസ്സമാധാനമായിട്ട് കഴിയാമെന്ന് വിചാരിക്കുമ്പോഴാണ് ആശുപത്രികളിലേക്ക് ചെന്ന് പോകേണ്ടി വരുന്നത്. പിന്നെ അത് പണയപ്പെടുത്തിയായാലും വിറ്റായാലും അവൻ വീടിന് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു ദുരവസ്ഥ. അതാണ് ഇവിടുത്തെ ആരോഗ്യ മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതിന് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് തടയിടാൻ ഒന്നും ചെയ്തിട്ടില്ല. 50-80 ലക്ഷങ്ങളാണ് ഒരു സാധാരണക്കാരന്റെ ഒരു സർജറിക്ക് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ വാങ്ങുന്നത്. ആ സ്ഥാനത്ത് ജീവിക്കാനുള്ള മോഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളെ ജനങ്ങൾ, സാധാരണക്കാർ അഭയം പ്രാപിക്കുന്നത്. ആ ജനങ്ങളുടെ മേലാണ് ഇത്തരത്തിലുള്ള കിരാത നടപടികൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കിരാതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ജീവനും ജീവിതത്തിനും യാതൊരു വിലയും കൊടുക്കാതെ, ഒരു പരിഗണനയും കൊടുക്കാതെ, അവരൊരു പുഴുവിന്റെ വില പോലും കൊടുക്കാതെ ഇത്തരത്തിൽ ആരോഗ്യവകുപ്പും ഡോക്ടർമാരും ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ നമ്പർ 1 പട്ടം എടുത്ത് തലയിൽ വെച്ചാൽ പോരാ. നമ്പർ 1 ആരോഗ്യവകുപ്പ് നമ്പർ 1 ആകാൻ കഴിയണം. അത് ആകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനോട് ഒരു സർക്കാർ ആശുപത്രിയിൽ ചെന്ന് സംതൃപ്തി വേണം. വലിയ ലക്ഷറി AC അങ്ങനെ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. അവന്റെ ജീവിതം, അവനൊരു വേദന, ഒരു സാന്ത്വനം, ഒരു വാക്ക്, അതവന് നിർബന്ധമാണ്. അത് കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യവകുപ്പ് പിരിച്ചുവിട്ടിട്ട് നിങ്ങളൊക്കെ കാശിക്ക് പോകുന്നതാണ് നല്ലത്. നമ്പർ 1 എന്ന് പറയുന്നതിലല്ല, നമ്പർ എന്താണെന്ന് തിരിച്ചറിയുന്നതിലാണ് കാര്യം.